ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പം ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണ്. പക്ഷേ എൻ്റെ ബർത്ത്ഡേ എന്ന് ആർക്കും ഓർമ്മയില്ല. ചേട്ടായി മാത്രമേ വീട്ടിലുള്ളൂ. ചേട്ടായിക്ക് ഓർമ്മയില്ല. ചേട്ടാ എനിക്ക് മുന്നേ ഡ്രസ്സൊക്കെ എടുത്ത് തന്നായിരുന്നു. പക്ഷേ ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണെന്നുള്ള കാര്യം ചേട്ടായി മറന്നുപോയി. ആരും എഴുന്നേറ്റിട്ടില്ല. കുഞ്ഞൊക്കെ നല്ല ഉറക്കമാണ്. പിന്നെ ഞാൻ കുളിച്ച് പല്ലൊക്കെ തേച്ചിട്ട് ഓടി വരാം. ചേട്ടാ, ഇപ്പൊ എന്റെ ബർത്ത്ഡേ ആയിട്ട് ചേട്ടായിക്ക് എന്നാണ് എന്താ പറയാനുള്ളത്? എന്റെ ബർത്ത്ഡേ ആണ് ചേട്ടായി മറന്നുപോയായിരുന്നു. ഇത് ഞാൻ ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞു. എന്തേലും പറ. അത് പറഞ്ഞില്ല ഹാപ്പി ബർത്ത്ഡേ. സ്കൂളിൽ പോവാ. ഇവിടെ വാ. ഇപ്പൊ എണീറ്റതേ ഉള്ളൂ. ചേച്ചി അമ്മയുടെ ബർത്ത്ഡേക്ക് എന്തോ സർപ്രൈസ് ഒക്കെ തരുമെന്ന് പറഞ്ഞായിരുന്നു. എന്നാ തരും? സർപ്രൈസ് അല്ലേ? ശരി ശരി, അപ്പൊ നിങ്ങൾ പോയിട്ടോ. ശരി ചേച്ചി, ടാറ്റ. എപ്പോ ടാറ്റ കൂടെ? അപ്പം ഞങ്ങള് അമ്പലത്തിലോട്ട് പോയിക്കൊണ്ടിരിക്കുക. എപ്പോ ഇവിടെ അപ്പാപ്പൻ തന്നെ വേണോ? അപ്പം ഞങ്ങള് അമ്പലത്തിലൊക്കെ പോയിട്ട് വന്ന് ഇനി എന്താ സാധാ ലൈഫ് പോലെ തന്നെ, എപ്പോഴും പോലെ തന്നെ, എല്ലാ ദിവസത്തെ പോലെ. എനിക്ക് ഭയങ്കര സന്തോഷമുള്ളൊരു ദിവസമാണ്. എപ്പോൾ എന്തേലും പറ. ഒരു ഹാപ്പി ബർത്ത്ഡേ പോലും അമ്മയടുത്ത് പറഞ്ഞില്ലല്ലോ. അമ്മയടുത്തൊരു ഹാപ്പി ബർത്ത്ഡേ പോലും പറഞ്ഞില്ലല്ലോ. ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞേ. പറയത്തില്ലേ ഹാപ്പി ബർത്ത്ഡേ? അപ്പം ഞാനിങ്ങനെ അമ്പലത്തിലൊക്കെ പോയിട്ട് വന്നു. എബ്രൂട്ടൻ കിടന്ന് നല്ല ഉറക്കമാണ്. എൻ്റെ ആദ്യത്തെ വ്ളോഗാട്ടോ. ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. സാധാരണ എനിക്ക് എൻ്റെ ഫ്രണ്ടിൽ ഒരു 10 പേര് വന്ന് നിന്നാൽ എനിക്ക് അവരുടെ ഫ്രണ്ടിൽ നിന്ന് അവരുടെ മുഖത്ത് നോക്കി സംസാരിക്കാനുള്ള ഒരു ഇത് പോലും ഇല്ല. അപ്പം ഞാൻ ആദ്യമായിട്ട് വ്ളോഗൊക്കെ ചെയ്യുന്നത്. ചിലപ്പോൾ എന്നെ അറിയാവുന്നവർക്കൊക്കെ ഇത് കാണുമ്പം ചിലപ്പോൾ ചിരി വരുന്നുണ്ടായിരിക്കും. അതെനിക്കറിയാം, സ്വാഭാവികം. ഞാൻ ജനിച്ചിട്ട് 26 വർഷമായി. എനിക്കിന്ന് 26 വയസ്സായി. അപ്പം സന്തോഷമാണെങ്കിലും സങ്കടമാണെങ്കിലും എൻ്റെ ലൈഫിൽ ഒരു വർഷവും കൂടെ കടന്നുപോയി. അപ്പം എനിക്ക് കുഞ്ഞിലത്തെയൊക്കെ എൻ്റെ ഒരു ഓർമ്മയെന്ന് പറഞ്ഞാൽ എനിക്ക് എല്ലാ വർഷവും എൻ്റെ ബർത്ത്ഡേ, വീട്ടിലൊക്കെ എത്ര സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുള്ള സമയമാണെങ്കിലും ശരി, എനിക്ക് സ്കൂളിൽ കൂട്ടുകാർക്ക് കൊടുക്കാൻ ഒരു പാക്കറ്റ് മിഠായോ അല്ലെങ്കിൽ എനിക്കൊരു ജോഡി ഡ്രസ്സോ ഇല്ലാതെ ഇരിക്കത്തേ ഇല്ല. അതിപ്പം മമ്മി എങ്ങനെയാണെങ്കിലും മേടിച്ച് തന്നിരിക്കും. അതിനിപ്പോൾ നമ്മൾ എത്രയൊക്കെ ഉയരങ്ങളിലെത്തിയാലും നമുക്കിനി എന്തൊക്കെ വന്നെന്ന് പറഞ്ഞാലും നമ്മുടെ ആ കൊച്ചിലത്തെ ഒരു ഓർമ്മയില്ലേ, അതെപ്പോഴും നമ്മുടെ മനസ്സിൽ അങ്ങനെ തന്നെ കാണും. അപ്പോൾ എനിക്ക് അതൊക്കെ ഓർക്കുമ്പോൾ ഭയങ്കര സന്തോഷമായി. ഇപ്പോൾ ടീച്ചർ നമ്മൾ മാത്രം എല്ലാവരും യൂണിഫോം ഇട്ട് വരുമ്പോൾ നമ്മൾ മാത്രം കളർ ഡ്രസ്സ് ഇടുന്നത്, ടീച്ചർ എല്ലാവരുടെയും മുന്നിൽ നമ്മളെ എണീപ്പിച്ച് നിർത്തുന്നത്, ഹാപ്പി ബർത്ത്ഡേ പറയുന്നത്. അപ്പം അങ്ങനെയല്ലേ നമ്മുടെ ഒരു കാര്യങ്ങളും ആര് മറന്നാലും നമ്മുടെ ഒരു കാര്യങ്ങളും നമ്മുടെ അമ്മമാർ മറക്കത്തില്ല. അതെല്ലാ അമ്മമാരും അങ്ങനെ തന്നെയായിരിക്കും. എൻ്റെ മമ്മിയും അങ്ങനെ തന്നെയാണ്. ഞാൻ സംസാരിക്കുന്ന കുറച്ച് ഓവറാകുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഞാൻ നല്ല രീതിക്കാണോ സംസാരിക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. അപ്പം എന്തെങ്കിലും കുറവൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കുക. ഇതെൻ്റെ ഒരു കുഞ്ഞു വ്ളോഗാണ്. ഇനി പോകെ തുടർന്ന് ഓരോരോ വ്ളോഗ് എൻ്റെ അടുത്തുനിന്ന് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവർ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തോട്ടോ, ഒരു പ്രശ്നമില്ല.